മറ്റൊരു വാർത്ത അത് തലശ്ശേരി മണോളിക്കാവിൽ അവിടെ പോലീസിനെ മർദ്ദിച്ച കേസിൽ 2 CPM പ്രവർത്തകർ അറസ്റ്റിലായി എന്നുള്ളതാണ്. കുട്ടിമാക്കൂൽ സ്വദേശി സഹദേവൻ, NC ലിനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ തലശ്ശേരി SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, CPM പ്രവർത്തകരുടെ തങ്ങൾ ആണ് ഇവിടെ ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ആക്രോശം തുടർന്ന് പോലീസിനെ ആക്രമിക്കാൻ തയ്യാറാകുന്നു. പോലീസ് അകത്തുള്ളപ്പോൾ ഇവരുടെ ഇതിൽ ഉൾപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ ഈ കാവിന്റെ ഗേറ്റ് അടക്കം പൂട്ടി വലിയ സീൻ അവിടെ സൃഷ്ടിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ആകെ നാടകീയമായ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്, അല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, ആഭ്യന്തര വകുപ്പിന് തന്നെ വലിയ നാണക്കേടുണ്ടാവുന്ന സംഭവമാണ് തലശ്ശേരി മണോളിക്കാവിൽ നടന്നതെന്ന് പറയേണ്ടി വരും. അതായത് ബുധനാഴ്ച പുലർച്ചെ എഴുന്നള്ളത്തിന്റെ സമയത്താണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ എഴുന്നള്ളത്തിന്റെ സമയത്ത് CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതോടുകൂടിയാണ് ഇവിടെ സംഘർഷം ഉണ്ടാകുന്നതും പിന്നീട് പോലീസ് ഇടപെടുന്നതും. അത് വലിയ തോതിൽ CPM പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒരു സംഘർഷമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ FIR-ൽ തന്നെ പറയുന്നത്, അതായത് കേരളം ഭരിക്കുന്നത് തങ്ങളാണെന്നും തങ്ങളോട് കളിച്ചാൽ ഈ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒറ്റ പോലീസുകാർ പോലും ഉണ്ടാകില്ല എന്ന ഭീഷണിപ്പെടുത്തി എന്നാണ് FIR-ൽ പോലും പറയുന്നത്. അത് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി എന്ന് തന്നെ ഈ FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഇതിലെ പ്രതി ദിബിനെ പിടികൂടാനാണ് ഇന്നലെ പോലീസ് സംഘം ഇതേ കാവിൽ ഉത്സവം തുടരുന്നുണ്ടായിരുന്നു. ആ കാവിലേക്ക് എത്തുന്നതും ദിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റുന്നതും ആ സമയത്താണ് ഒരു വലിയ വിഭാഗം പ്രവർത്തകരെത്തി ഇത്തരത്തിൽ ഈ പോലീസ് ജീപ്പിൽ നിന്നും പോലീസിന്റെ കയ്യിൽ നിന്നും ഈ ബലമായി ഇയാളെ മോചിപ്പിക്കുന്നതും. അത് മാത്രമല്ല ഈ അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന അമ്പലത്തിന്റെ ഗേറ്റ് പൂട്ടുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അത് ഏതായാലും പോലീസ് പറയുന്നത് വലിയ തോതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഉത്സവമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ലാത്തി ചാർജോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ്. ഏതായാലും ആ പ്രതിയെ, അതായത് ആദ്യ ദിവസം നടന്ന ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രതിയെ മോചിപ്പിച്ച കേസിലെ പ്രതി രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസാണത്. 55 പേർക്കെതിരെയാണ് ഇത്തരത്തിൽ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിലെ പ്രതിയായ ലിനേഷിനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, മറ്റൊന്ന് സഹദേവനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം നടന്നത് 19-ാം തീയതി പുലർച്ചെയാണ്. ഇതുവരെയായും 2 പേരെ മാത്രമേ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്, പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യം നോക്കിയാണ് ഇത്തരത്തിൽ ആദ്യത്തെ സംഭവത്തിൽ 27 പേർക്കെതിരെ കേസെടുക്കുകയും രണ്ടാമത് ഇന്നലെ നടന്ന ഈ പ്രതിയെ മോചിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് 55 പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഒപ്പം പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനും കയ്യേറ്റം ചെയ്തതിനും ഒക്കെ വലിയ തോതിലുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ പ്രതികളെല്ലാം ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും CPM ജില്ലാ നേതൃത്വം ഇതിന് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് മാത്രമാണ് CPM നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ പ്രതികൾ എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ സംഘർഷം നിയന്ത്രിക്കാനാണ് പോലീസ് ഈ CPM പ്രവർത്തകരുമായി ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. അതിനെ തുടർന്ന് വലിയ തോതിൽ ഈ CPM പ്രവർത്തകർ പോലീസിന് നേരെ തിരിയുന്ന ഒരു സംഭവമാണ് 2 ദിവസവും ഉണ്ടായത്. പോലീസിനെ വലിയ തോതിൽ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഭരിക്കുന്നത് തങ്ങളാണെന്നും അതുപോലെ തന്നെ തങ്ങളോട് കളിച്ചാൽ ഈ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒറ്റ പോലീസുകാർ പോലും ഉണ്ടാകില്ല എന്ന ഒരു ഭീഷണി, അത്തരത്തിലൊരു പോലീസിന് നേരെ ഭീഷണി ഉയർത്തുന്ന സംഭവമാണ് ഉണ്ടായത്. എന്തായാലും ഈ കേസിൽ പ്രതികൾ ആകെ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അത് 2ാമത്തെ ദിവസം നടന്ന സംഭവം. ഈ ദിബിൻ എന്ന് പറയുന്ന ആദ്യ സംഭവത്തിലെ കേസിലെ പ്രതിയെ മോചിപ്പിച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ച് കൊണ്ടുപോയതിന് ഈ ലിനേഷ് എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകനാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പോലീസ് പറയുമ്പോഴും നിലവിൽ 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആദ്യ സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പോലീസിന് നേരെ ഈ CPM പ്രവർത്തകരുടെ വെല്ലുവിളി അത് തുടരുന്നുണ്ട് എന്ന് വേണം ഇന്നലത്തെ സംഭവം കൂടി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ. എന്തായാലും 4 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും 2 പോലീസുകാർ ചികിത്സയിലുമാണ്. പോലീസിന്റെ വസ്ത്രങ്ങൾ, യൂണിഫോം ഒക്കെ കീറുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇന്നലെയും അതുപോലെ തന്നെ വലിയ തോതിൽ പോലീസിനെ വനിതാ SI, അതായത് ഈ തലശ്ശേരി സ്റ്റേഷനിലെ വനിതാ SI ആയിരുന്നു ദിബിൻ ഈ ഉത്സവത്തിന് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുക്കാൻ എത്തിയിരുന്നത്. കൃത്യമായി ദിബിനെ ഈ വനിതാ SI തിരിച്ചറിയുകയും ദൃശ്യങ്ങളിൽ നേരത്തെ മനസ്സിലാക്കിയതനുസരിച്ച് തിരിച്ചറിയുകയും ദിബിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ സമയത്താണ് മറ്റൊരു കാര്യം, ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ഒരു CPM-ന്റെ കോട്ടയാണെന്ന് മനസ്സിലാകുന്നു. ഈ മണോളിക്കാവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളൊക്കെ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നു.
ഇവർക്ക് ഇവിടെ പലപ്പോഴും ഇത്തരം സംഘർഷങ്ങളും പ്രശ്നങ്ങളും പോലീസുമായുള്ള വെല്ലുവിളിയും പോരുമൊക്കെ ഉണ്ടാകുന്ന ഒരു നേരത്തെയും സാഹചര്യമുള്ള ഒരു സ്ഥലമാണോ? അതോ ആദ്യത്തെ ഇതാണോ? അതോ ഇവിടെ CPM പ്രവർത്തകരുടെ അല്ലെങ്കിൽ CPMന്റെ പൂർണ്ണമായ ആധിപത്യമുള്ളൊരു പ്രദേശമാണല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ പറയേണ്ടി വരും. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ഈ സ്ഥലം, മണ്ണാളിക്കാവും പരിസരമൊക്കെ. പക്ഷേ ഇവിടെ BJP-യും അത്യാവശ്യം BJP-യുടെ പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ, ഈ സംഭവത്തിന്റെ തുടക്കം തന്നെ ഇത്തരത്തിൽ എഴുന്നള്ളത്തിന്റെ സമയത്ത് ഇൻകുലാബ് സിന്ദാബ് എന്ന മുദ്രാവാക്യം CPM പ്രവർത്തകർ വിളിച്ചതും അത് ഈ BJP പ്രവർത്തകർ, സ്ഥലത്തുണ്ടായിരുന്ന BJP പ്രവർത്തകർ ചോദ്യം ചെയ്യുകയും പിന്നീട് അതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് ഒഴിവാക്കാനാണ് പോലീസ് CPM പ്രവർത്തകരുമായി ഇത്തരത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് പോലീസിനെതിരെ ഒരു ഭീഷണി മുഴക്കുകയും പിന്നീട് ഈ രംഗങ്ങളൊക്കെ മാറുകയും പോലീസിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ പ്രദേശങ്ങളൊക്കെ. CPM-ന് വലിയ തോതിൽ ശക്തി കേന്ദ്രങ്ങളാണ് ഈ പ്രദേശമൊക്കെ. എന്തായാലും ഈ കേസിൽ പ്രതികളായവരെല്ലാം ഈ ലോക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളുമാണ്. ഈ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി, ജില്ലാ നേതൃത്വം ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതായാലും ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പ്രതിക്കൂട്ടിലായി എന്ന് വേണം പറയാൻ. കാരണം ആഭ്യന്തര വകുപ്പിന് അത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇനി ഏതായാലും പോലീസിന് ഇതിന് എത്രയും പെട്ടെന്ന് ഈ മുഴുവൻ പ്രതികളെയും, അതായത് രണ്ടാമത്തെ സംഭവം, ഇന്നലെ നടന്ന സംഭവത്തിൽ 55 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ആദ്യ സംഭവത്തിൽ 27 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിലാകെ 2 പ്രതികളെ മാത്രമാണ് ഇപ്പോൾ പിടികൂടാൻ സാധിച്ചത്. ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ്. എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ പിടികൂടുക എന്നത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള വഴി. അതല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം, ഒരു പക്ഷെ BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഈ ക്ഷേത്ര ഉത്സവം തുടരുകയാണ്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്തും ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനുമായി CPM പ്രവർത്തകരായ ഈ പ്രതികളായവർ ഉൾപ്പെടെ ഇവിടെ എത്തുന്നുണ്ട്. ഏതായാലും അവിടെ നിന്നും പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഈ പ്രതികളെ പിടികൂടാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസ് നിസ്സഹായാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 സംഭവങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പോലീസിന് പിന്തിരിഞ്ഞ് അവിടെ നിന്നും ഓടേണ്ട, അതായത് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വേണം ഇന്നത്തെ സംഭവത്തിനെ നമുക്ക് വിലയിരുത്താൻ. അത്തരത്തിൽ പോലീസ് ഇയാളെ, ഈ പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്നും മോചിപ്പിച്ചതിന് ശേഷം ഇവർ ഇവിടെ നിന്നും മടങ്ങേണ്ട ഒരു സാഹചര്യമാണ് പോലീസിനുണ്ടായത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടായ ഒരു സംഭവമാണ്. അത്തരത്തിലുള്ള വലിയ വെല്ലുവിളി ഈ CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ആ സംഭവത്തിൽ ഇത്രയും വലിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ഒപ്പം പോലീസിന് നേരെയുള്ള അക്രമം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ എല്ലാ ഇത്തരത്തിലുള്ള വലിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പോലീസുകാർ മാത്രമാണ് വൈജു ഈ സമയത്ത് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതും ഒരു പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായില്ല. കാരണം വലിയ തോതിലുള്ള കുറെ അധികം പ്രവർത്തകരുടെ സാന്നിധ്യമുള്ളപ്പോൾ ഈ 10, അത് CPM-കാരായി എന്തും ചെയ്യാമെന്ന് വെല്ലുവിളിച്ചൊക്കെ നിൽക്കുന്ന കുറെ ആളുകളുള്ളപ്പോൾ ഈ 10 പേരെ കൊണ്ട് മാത്രം ഇത്തരം കസ്റ്റഡിയിലെടുപ്പും അറസ്റ്റും ഒക്കെ സാധ്യമാണോ എന്ന ചോദ്യം കൂടിയുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ റെയ്ഡുകൾ, പരിശോധനകൾ, അറസ്റ്റുകൾ, അങ്ങനെ കാര്യങ്ങൾ കുറച്ചുകൂടി, കാരണം ബൈജു പറഞ്ഞതുപോലെ പോലീസിന് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. പോലീസിനെ തന്നെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മൊറാലിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിജീവിക്കാൻ ഇപ്പോൾ എന്തൊക്കെ നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്? രഞ്ജിത്ത്, ജില്ലാ പോലീസ് മേധാവിയുമായി നമ്മൾ ഈ കാര്യം സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ കേസിലെ പ്രതികളെല്ലാം ഒളിവിലെന്നാണ്, അവർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴും ഈ ഉത്സവത്തിന് അമ്പലത്തിന് പരിസരത്തുമായി ഈ പ്രതികളെല്ലാം എത്തുന്നുണ്ട്, അവിടെ തന്നെ ഉണ്ട് എന്നതാണ് ഈ BJP ഉൾപ്പെടെ ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ അറസ്റ്റുകൾ, അവരെ പ്രതികളെ പിടികൂടുന്നത് വൈകുന്ന എന്നൊരു ആരോപണമുണ്ട്. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ജില്ലാ പോലീസ് മേധാവിയോടും സംസാരിച്ചതാണ്. കാരണം ആദ്യ ദിവസം ഒരു സംഘർഷം ഉണ്ടാകുന്നു, അത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അത്രത്തോളം വലിയ തോതിലുള്ള പ്രകോപനം ഈ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ പോലീസിന് നേരെ ഉണ്ടായ ഒരു സംഭവം ഉണ്ടാകുന്നു. ആ കേസിലെ പ്രതി ഈ ദിബിനാണ് ഇതിൽ ഒന്നാം പ്രതി. ഈ പ്രതിയെ പിടികൂടാനാണ് വെറും 10 പേരടങ്ങുന്ന ഈ സംഘം, തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ വനിതാ SI ഉൾപ്പെടെയുള്ള 10 പേരടങ്ങുന്ന സംഘം ഈ ഉത്സവ നഗരിയിലേക്ക് എത്തുന്നതും അവിടെ നിന്നും ഈ ദിബിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതും. അത്
വലിയ തോതിൽ ഈ CPM പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ പോലീസിന് ബോധ്യമുണ്ടായിട്ടും വലിയ തോതിലുള്ള ഒരു പോലീസ് സംഘം എത്താതെ ഇത്തരത്തിൽ 10 പേര് മാത്രം എത്തി ഈ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയെ വളരെ വേഗം ഇവർക്ക് ബലമായി മോചിപ്പിക്കാൻ, ഈ പോലീസ് ജീപ്പിൽ നിന്ന് മോചിപ്പിക്കാനും, അതുപോലെ തന്നെ പോലീസ് ജീപ്പ് ഉത്സവ നഗരിന്റെ അകത്ത് കടന്നതിന് ശേഷം ഈ ഗേറ്റ് പൂട്ടിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളമാണ് അത്തരത്തിൽ പോലീസിനെ മുൾമുനിൽ നിർത്തിയത്. അത് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഈ മദ്യപിച്ച ചില ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രതികളെ പിടികൂടുമ്പോൾ അത്രത്തോളം ഒരു 10 പേരടങ്ങുന്ന ആ ഒരു സംഘം മാത്രമല്ല, വലിയ തോതിലുള്ള സന്നാഹം അവിടെ പോകേണ്ടതായിരുന്നു. അതിന് പകരം ഇതിനെ നിസാരമായി വൽക്കരിച്ചു. ഏതായാലും ആദ്യ ദിവസത്തെ നാണക്കേടിൽ നിന്നും പിന്നീട് രണ്ടാമത്തെ ദിവസം അത് വലിയ നാണക്കേടിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ലിനേഷും സഹദേവനെയും 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റു പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, KV ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും പോലീസിന് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം, അത് കൂടുതൽ അറസ്റ്റിലേക്കും നടപടികളിലേക്കും കടക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നുള്ളതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.